നിങ്ങൾ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കൂടുതൽ ഫെമിലിയർ ആയിരിക്കും. പറ ഗസ് വേദാമായി പറഞ്ഞോ? അത് ഹിൽ പാലസ്. നമ്മളിപ്പം ഹിൽ പാലസിലാണ്. ഹിൽ പാലസിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നടക്കാത്ത വഴികളിൽ കൂടെ നടക്കണം എന്നാണല്ലോ. മര്യാദയ്ക്ക് നടക്കാനുള്ള വഴിയൊക്കെ ഇതിലെ കൂടെ ഉണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഈ വഴി കൂടെ വന്നിട്ടില്ല. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം വന്നേക്കുന്നത് മാത്തൻ്റെ കൂടെയാണ്. അപ്പം മാത്തൻ ഇപ്പം ഇവിടുന്ന് നേരെ പോകുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ഫസ്റ്റ് കാണിച്ചു തന്നില്ല. ആ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിൽ കൂടെ ഞാൻ പോയിട്ട് തിരിച്ച് ഞാനും മാത്തനും കൂടെ ഈ റോഡ് കാണിച്ചില്ല, ആ റോഡിൽ കൂടെയാണ് തിരിച്ചിറങ്ങി വന്നത്. അപ്പം ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ കൂടെ എൻ്റെ കോ പാർട്ട്ണർ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് എൻ്റെ കൈ വെച്ചിട്ടുണ്ട്. കോ പാർട്ട്ണർ വന്നിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യും. അപ്പോൾ അതുവരെ ഞാൻ വിചാരിച്ചു, എനിക്ക് പൊതുവേ എപ്പോഴും കംപ്ലൈൻറ്റുള്ളൂ, എനിക്ക് ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാറില്ലെന്ന് എന്നോട് എപ്പോഴും ആയാലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് എനിക്ക് കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഇങ്ങ് പോകുന്നു. എനിക്ക് തന്നെ ഒന്ന് എല്ലാക്കോട്ടും ഒന്ന് കണ്ടു നോക്കി എൻ്റെ ഒരു രീതി കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. മീറ്റ് മൈ പാർട്ട്ണർ. ഇനി ഞങ്ങൾ ഒരുമിച്ചാണ് കാര്യങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇതുവരെ ഞാൻ തന്നെ കണ്ടതൊക്കെയാണ് നിങ്ങൾ കണ്ടത്. കൊടും ചൂടായതുകൊണ്ടേ ഒരു പരുവത്തിനായി. നിരോധിത മേഖല, സന്തോഷക്ക് പ്രവേശനമില്ല. പക്ഷെ എന്നാലും നോക്കിക്കുക, എന്നാ ഭംഗിയാ ഈ ഒരു ഭാഗം കാണാൻ. നല്ല ഭംഗിയല്ലേ? ഇതൊരു കുളത്തിലേക്കുള്ള വഴിയാ. പക്ഷേ എങ്കിൽ ഇത് മറ്റേ സിനിമയുടെ അകത്തുണ്ടല്ലോ, മണിച്ചിത്രത്താഴിലുണ്ട്. താഴിൽ ഈ സംഭവം ഷൂട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെയല്ല. ഇവിടെ വെച്ച് എന്തോ ന്യൂസ് അറിഞ്ഞിട്ട് അവർ ഇത് ഈ ഇടവഴി കൂടെ കൂടി ഏതൊരു അവയിലെത്തുന്നത് പോലെയാണ്. ആ മാത്തൻ്റെ കൂടെ ഞാൻ അന്ന് വന്നില്ലായിരുന്നു അമ്മ. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഈ സിനിമ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും ഏത് പോർഷനിലാണ്. ഈ കൊട്ടാരത്തിൻ്റെ ഇവിടുന്ന് ഇവർ കുളിക്കാൻ വേണ്ടി അവിടം വരെ പോയല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ട് പറയുന്ന പോലെ തോന്നും. പക്ഷേങ്കിൽ ഞാനും അമ്മയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവയുടെ പണ്ടത്തെ കൊട്ടാരമാണ് നമ്മൾ ആദ്യം കണ്ടത്. ആ 8 കെട്ടുണ്ടെന്ന് പറഞ്ഞേക്കുന്ന ആ കൊട്ടാരമില്ലേ. അപ്പോൾ ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി താഴെ കുളിക്കാൻ വേണ്ടി പോയി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞൊരു അമ്പലം പോലത്തെ സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ആ കൊട്ടാരത്തിൻ്റെ അടുത്തടുത്തുള്ള കാര്യങ്ങളല്ല. അപ്പം ഇറ്റ് മേക്ക് സെൻസ് അല്ലേ? And that's all about this Hill Palace mini vlog. അമ്മ ആദ്യമായിട്ട് ഹിൽ പാലസിൽ വന്നതെന്നാണ് നമ്മൾ ഓർക്കുന്നുണ്ടോ? 91. അമ്മ വർഷം വരെ ഓർക്കുന്നുണ്ട്. അന്ന് മാത്രം എത്ര വയസ്സുണ്ടായിരുന്നു? പാത്രമൊക്കെ എടുത്തുകൊണ്ട് അമ്മ വന്ന കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് അമ്മ ഇപ്പോഴല്ലേ വരിക? ഒന്നോടെ വന്നായിരുന്നു. അത് അമ്മ ഇപ്പോഴായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു 9 വർഷം പോകുന്നു. പിന്നെ ഇപ്പോൾ വന്നു. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നടന്ന് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് ആൾക്കാർ അലർജി ആയതുകൊണ്ട് എനിക്ക് ആൾക്കാരുള്ളപ്പോൾ വിടാൻ പറ്റിയല്ലോ. അപ്പോൾ ഞാൻ ആൾക്കാരില്ലാത്തതൊക്കെ നോക്കി മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഹിൽ പാലസിയുടെ അത്യാവശ്യം അടുത്തുള്ള സ്ഥലമല്ലേ, അപ്പം വരിക, കാണുക, അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.